गाड़ी संख्या 16324 मंगलापुरम कोयंबटूर एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक 3 पर आएगी. It was 1921, November 19, when the Wagon tragedy or Wagon massacre occurred. Around 100 Mapla Muslims, along with some Hindus who had revolted against British rule, were arrested and transported from Tirur to Coimbatore prison in a sealed, airless goods wagon. Without air, light, space or water, they endured a grueling journey of over 140 kilometers. 70 died during the transport and the rest perished later due to the unbearable conditions. Only 4 or 5 survived, but they succumbed to health complications in the following days. പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പോലീസുകാർ വരും. അവിടെ വല്ല വരിക, അവിടെ അങ്ങനെ റോന്ത് വയ്ക്കാനായിട്ട്. ആ സമയത്ത് ആദ്യം ഒരു പ്രാവശ്യം പുള്ളിനെ പിടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വെച്ചിട്ട് പുള്ളിനെ പൊളിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. ഇന്നോടത്ത് എവിടേക്കൊന്നും അറിയില്ല, ഏതൊക്കെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. അവിടെ നിന്നാണ് ബല്ലാരി ജയിലിൽ കൊണ്ടുപോയി. ജയിലിലേക്കാണ് പോകണമെന്നൊന്നും അറിയില്ല. ആ ബല്ലാരി ജയിലിലായിരുന്നു. പിന്നെ ഏകദേശം 3 വർഷത്തോളം റിലീസ് ചെയ്തു. ജയിലിൽ റിലീസ് ചെയ്തു 3 വർഷം അങ്ങനെ വിട്ടു പോന്നു. പോന്നപ്പോൾ ജയത്തിൻ്റെ പേരിൽ എന്താ ചാർജ് എന്നൊന്നുമില്ല. പിന്നെ കുറേ പേര് പെട്ടെന്ന് പിടിച്ചോണ്ട് അത് തിരുവിട്ടാണ് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ സമയത്ത് ഈ ബാഗിൽ ആണ് കൊണ്ടുപോയത്. അപ്പോൾ ഇവർ ഈ സ്വതന്ത്ര സമര സേനാനികൾ പറഞ്ഞിട്ടാണ് ഇവർ സ്വതന്ത്ര സമരമായി. അതിൽ ആദ്യം വരെ മറ്റുള്ള സമുദായക്കാർ പറഞ്ഞത് വർഗീയ കലാപമാണ്. അതിൽ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. ഇവർ സമരത്തിൽ അങ്ങനെ വർഗീയത്തില്ല. അതിലെല്ലാം ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു. ആ മരിച്ചതിൽ ഹിന്ദുക്കളെ മുസ്ലിമുണ്ട്. അത് ലാസ്റ്റ് വരെ മരണം വരെ അതൊക്കെ അസുഖമായിട്ടുണ്ട്. ഈ വാഗൺ ട്രാജഡി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് സത്യത്തിൽ വാഗൺ കൂട്ടക്കൊലയാണ്. അടഞ്ഞ മുറിയാണ്. ആ അടഞ്ഞ മുറിയിൽ ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ചരക്ക് കയറ്റുന്നത് പോലെയാണ് ഈ മനുഷ്യരെ കുത്തി നിറച്ച് കയറ്റിയത്. അങ്ങനെ കുത്തി നിറച്ച് കയറ്റിയവര് ശ്വാസം കിട്ടാതെ മരിച്ചു. അപൂർവമായിട്ട് ചിലര് ആ വാഗണ്ട് ചില സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് അതിലൂടെ ആ ചെറിയ തുളയിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവര് ശ്വാസമെടുത്ത് അങ്ങനെ അപൂർവം ആളുകളാണ് രക്ഷപ്പെടുന്നത്. പലരും പിന്നെ അവരെ കൈയൊക്കെ കടിച്ച് കീറി എന്താ പറയുക, ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ ആ രക്തമൊക്കെ ചിലർ കുടിച്ചു എന്ന് പറയുന്നുണ്ട്. സ്വന്തം സഹോദരന്മാരുടെ രക്തം ഇങ്ങനെ കൈത്തണ്ടയിലൊക്കെ കടിച്ച് ആ ചോരയൊക്കെ കുടിച്ചു എന്നൊക്കെ പറയുന്നു. എന്തായാലും ഈ ലോകത്ത് തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി നടന്ന അതിദാരുണമായ ഒരു കൂട്ടക്കൊലയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് പരസ്യം നിന്നും ഒക്കെ കേൾക്കുന്ന തരത്തിലുള്ള കൂട്ടക്കൊലകൾ, നിലവിളികൾ എല്ലാം ഉയർന്നു കേട്ടതാണ് 1921 മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രദേശങ്ങളിൽ പല സമയങ്ങളിൽ പല കാലങ്ങളിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലകൾ. ചവിട്ടി ചീന്തി അവരൊക്കെ ശരീരം വികൃതമായിരുന്നു. അങ്ങനെ മുഴുവൻ വികൃതമായിരുന്നു. അതായത് അത് കൈകാര്യം ചെയ്ത ആള് എണീറ്റ് കണ്ടതാ. ഞാനും ആളും കൂടി കണ്ടുണ്ട്. ഒന്നും പുറത്തൊന്നും ആളില്ല. കാരണം ജനങ്ങൾ മുഴുവൻ മാറിയിട്ട് വിട്ടിരിക്കുകയാണ്. ഒരു കഥ എന്ന് പറഞ്ഞാൽ ഒരു കഥ എന്നാണ് പറഞ്ഞത്. ആൾ പറയാൻ എന്നോട്. അതിൻ്റെയൊക്കെ ഒന്നാൾ എന്നോട് പറയാണ്. അതൊന്ന് അന്ന് എനിക്കൊരു
14 വയസ്സായിട്ടുണ്ടാവുള്ളൂ. മൂപ്പർക്കൊന്നും ഒരു 80 വയസ്സിൻ്റെ ചായ അഭിപ്രായമുണ്ട്. മുഴുവൻ മനുഷ്യൻ്റെ നീറ്റും മുറികളും ദയനീയ അവസ്ഥയിലാണ് അവർ മരണപ്പെട്ടിരിക്കുന്നത്. എന്താ ജീവൻ പോയി കിട്ടണ്ടേ? അതന്നെ ചെറിയ ആൾക്കാർ അതവർ പിടിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ യോഗ്യന്മാരെ നോക്കിയിട്ടാണ് ഇവർ വേട്ടയാടിക്കുന്നത്. ഇതിവരെ എവിടെ കൊണ്ട് എന്ത് കാട്ടി എന്നുള്ള ഒരു പുറത്തും ആ കുടുംബങ്ങളൊന്നുമില്ല. അവരുടെ കുടുംബങ്ങളെ കാര്യമില്ല. പിടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുമ്പോൾ കണ്ട കാഴ്ച തന്നെ അതൊന്നും കണ്ടിട്ടില്ല. അവർ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്നുണ്ട് ഇവിടെ കൊണ്ടുവരുന്ന വണ്ടിയിൽ കണ്ട് കയറ്റി ആനത്തിലാണ്. പിന്നെ ഇപ്പം എവിടെ അറിയാം? പിന്നെ എന്ത് കാട്ടിയത്, എവിടെ കുഴിച്ചില്ലേ, അതോ മറവ് ചെയ്യോ, അത് തീ കുടിച്ച് 100 ആക്കുകയെന്ന് അതൊന്നും കുടുംബങ്ങളറിയില്ല, ആരും അറിയില്ല. എന്ത് കാട്ടിയെന്നുള്ള ആർക്കും ഇട്ടുണ്ടില്ല. അത് മുഴുവൻ ഇന്നും മറിഞ്ഞു കേൾക്കുന്നതിൻ്റെ അർത്ഥം അതാ. പത്രത്തിൽ വന്ന ഒരു ലേഖനം അപ്പോഴാണ് കുരുവമ്പലം എന്ന് കണ്ടപ്പോൾ ഇത്രയും ആളുകൾ നാട്ടിൽ നിന്ന് മരിച്ചതാണോ എന്ന് ആലോചിച്ച് അപ്പൊ അവർക്ക് സ്മാരകമോ ഓർക്കാനുള്ള ഒരു അവസരമോ ഒന്നുമില്ലാതെ പോകുന്ന പ്രശ്നമല്ല. അപ്പൊ ഞങ്ങൾ ഒരു സമിതി ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് പബ്ലിക് സ്ഥലമാണ്, റവന്യൂ സ്ഥലമാണ്. ഈ ഒരു സ്മാരകം ഉണ്ടാക്കുന്നത് വരെ ഈ കുരുവമ്പലത്തുകാർക്കും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നില്ല. ഇത്രയും ആളുകൾ മരിച്ചുപോയിട്ട് ഇത്രയും ആളുകൾ മരിച്ചുപോയല്ലോ, കുരുവമ്പലത്ത് ഇത്രയും ആളുകൾ ഉണ്ടല്ലോ എന്നതിനെ പറ്റി ഒരു ചർച്ച ഉണ്ടായില്ല. പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം എല്ലാ പ്രദേശത്തും ഉള്ളതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പൊ ആ പ്രയാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്തില്ല, ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ അവരാരും തയ്യാറായില്ല. മറ്റൊന്ന്, സ്വാതന്ത്ര്യ സമരമായി ഈ പോരാട്ടത്തെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം, ഇത്തരം ആളുകളായിരുന്നു ഇവിടെ കൂടുതൽ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ ഇവര് 90-95% ബാച്ചിലേഴ്സ് ആയിരുന്നു, യുവാക്കളായിരുന്നു, വിവാഹം കഴിക്കാത്തവരായിരുന്നു. അപ്പോൾ ഇവര് സമരത്തിൽ മരിച്ചു, ഇവർ രക്തസാക്ഷികളായി. പിന്നെ അവരെ രക്ഷിതാക്കളും മരിച്ചു. അതോടുകൂടെ ചരിത്രം അവസാനിച്ചു. കാരണം ഇവരുടെ തലമുറ വരുന്നില്ല എന്നർത്ഥം. ഇവർ മരിച്ചു, ഇവരുടെ വയസ്സായ പ്രായമായ രക്ഷിതാക്കൾ ഉടനെ മരിച്ചു. അതോടുകൂടെ ചരിത്രം ചർച്ച ചെയ്യപ്പെടാൻ പോയി. പ്രിയമുള്ളവരെ, ദയവ് ചെയ്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെയും നാടിനെയും കീറിമുറിക്കാൻ അനുവദിക്കരുത്. 30 അഭിനേതാക്കളെ പങ്കെടുപ്പിക്കുകയും 10 മിനിറ്റ് കൊണ്ട് നാടകം പൂർത്തിയാക്കുകയും ചെയ്യണമെന്നാണ് ആ ഒരു നിർദ്ദേശം. അതനുസരിച്ച് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് വാഗൻ ട്രാജഡി തന്നെയാണ്. കാരണം ആ കാലത്ത് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നുള്ള പേരിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാൽ ഉണ്ടാക്കപ്പെട്ട ആ ഒരു സംഭവം അതൊരു ട്രാജഡി തന്നെയായിരുന്നു. അതിനെ ആസ്പദമാക്കിയിട്ടാണ് നാടകം പ്ലാൻ ചെയ്യുന്നത്. 30 അഭിനേതാക്കൾക്ക് പ്രാധാന്യം ഉണ്ടാവണം, സബ്ജക്റ്റിന്റെ പ്രാധാന്യം ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു നല്ലൊരു ശ്രമം തന്നെയായിരുന്നു. ആ ശ്രമം വിജയിച്ചു എന്ന് തന്നെ പറയാം. ആ നാടകം അന്ന് കണ്ട പ്രേക്ഷകരെ ആ പടം കണ്ണീരണിയിച്ചു. കാരണം ഇത്രയും ഒരു ആഘാതം സൃഷ്ടിച്ച ആ കറുത്ത ദിനം എല്ലാവരെയും മനസ്സിൽ നൊമ്പരമുണ്ടാക്കി. അതിന്റെ പേര് ബ്ലാക്ക് വാഗൺ എന്നാക്കിയത് ആ ഒരു കറുത്ത വാഗൺ ആയിരുന്നല്ലോ. കാരണം പുറം ലോകം കാണാതെ, വായുവില്ലാതെ, വെള്ളമില്ലാതെയൊക്കെ സഹനത്തിന്റെ ഏറ്റവും മരണം വരെ എത്തിയ അവർക്ക് വേണ്ടിയിട്ടാണ് ആ പേര് അങ്ങനെ ആക്കിയത്.